ഉടൻ തന്നെ 3-ാം മണി നമസ്കാരം നടത്തുകയാണ്. ചൊവ്വാഴ്ച 3-ാം മണി നമസ്കാരം. ത്രിയേക ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി, അഭിവന്യ പിതാക്കന്മാരെ, വന്യ കോർപ്പിസ്കോപ്പാമാരെ, ശ്രേഷ്ഠരായ വൈദികരെ, കർത്താവിൽ പ്രിയപ്പെട്ട ഏവരുമേ, 97ാമത് മധ്യ തിരുവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ദൈവ അനുഗ്രഹം കഴിഞ്ഞ 96 വർഷവും ഈ പ്രദേശത്ത് ഇവിടെ കൂടി വന്നവർക്ക് അനുഭവവേദ്യമാക്കി തീർക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ഇതിന് കാരണക്കാരായ പൂർവസൂരികളെ നന്ദിയോടെ സ്മരിക്കുവാനുള്ള കടപ്പാട് നമുക്കുണ്ട്. അനേക ചെറിയ ചെറിയ പ്രസ്ഥാനങ്ങൾ സഭകളെന്ന പേരിൽ മുളയ്ക്കപ്പെടുമ്പോൾ സഭയുടെ സത്യവിശ്വാസം പഠിപ്പിക്കുവാൻ, ദൈവവചനം മായം കൂടാതെ വെള്ളം ചേർക്കാതെ പഠിപ്പിക്കുവാൻ, സഭാമക്കളെ പരിശുദ്ധ സഭയോടും അവരവരുടെ ഇടവകയോടും നല്ല ബന്ധത്തിൽ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കൺവെൻഷൻ ആരംഭിച്ചത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം ഒരു പ്രത്യേകതയുണ്ട്. ഈ കൺവെൻഷൻ ആരംഭിച്ച സമയത്ത് 1918 ഈ കൺവെൻഷന് അധ്യക്ഷ പദവി അലങ്കരിച്ച തുമ്പമൺ ഭദ്രാസന മെത്രാപ്പോലീത്ത കൂടിയായിരുന്ന പരിശുദ്ധ പിതാവിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ കൂടി നടക്കുകയാണ്. ചരമ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്ന ഈ സമയത്ത് ആ പരിശുദ്ധ പിതാവിന്റെ ദേവാലയത്തിൽ നിന്നും വികാരിയച്ഛനും ഒരു സംഘം ആളുകളും നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ആ പിതാവിന്റെ നല്ല കാലടികളെ പിന്തുടരുവാൻ, ആ പിതാവ് കാണിച്ചു തന്ന സത്യവിശ്വാസം മുൻനിർത്തി ജീവിക്കുവാൻ, അദ്ദേഹത്തിന്റെ ചരമ സുവർണ ജൂബിലി ആഘോഷ വർഷമായി സഭ അനുഷ്ഠിക്കുന്ന ഈ സമയത്ത് നമുക്കും ഇടയാകട്ടെ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തായുമായ മോറന്മാർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ടാണ് ഈ യോഗത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി നമ്മെ അനുഗ്രഹിക്കുന്നത്. പ്രാർത്ഥനാ ജീവിതവും നിഷ്കളങ്കതയും മുഖമുദ്രയാക്കി സഭയോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ അണുവിട തെറ്റാതെ പരിശുദ്ധ ബാവാ തിരുമേനി സഭയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഏതു സമയത്തും സമീപിക്കുവാൻ പറ്റുന്ന എളിമയുടെ പര്യായം. ഇപ്പോഴത്തെ സൂര്യ തേജസ് എന്ന് തന്നെ
നമുക്ക് പറയുവാൻ സാധിക്കും. പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യം തന്നെ ഈ ദേശത്തിന് അനുഗ്രഹമാണ്. വിഘടനവാദികളും വിരുദ്ധ സ്വഭാവക്കാരുമായ ആളുകളെ സത്യവിശ്വാസത്തിന്റെ മാർഗമെന്തെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് പരിശുദ്ധ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമനസിലെ 97ാമത് മധ്യ തിരുവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷനിലേക്ക് നിങ്ങളുടെ ഏവരുടെയും പേരിൽ തൃപ്പാദങ്ങളിൽ എല്ലാവിധമായ പൂച്ചെണ്ടുകളും സമർപ്പിച്ചുകൊണ്ട് ഭക്തി പുരസ്സരം സ്വാഗതം ചെയ്യും. തുമ്പമൺ ഭദ്രാസനാധിപൻ അഭിവന്യ കുറിയാക്കോസ് മാർ ക്ലീമീസ് തിരുമനസുകൊണ്ടാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ. Man of politeness, man of empathy, green bishop എന്നൊക്കെ വേണമെങ്കിൽ ഈ വന്യ പിതാവിന് വിശേഷണങ്ങൾ നൽകാം. സ്വതസിദ്ധമായ ശൈലിക്ക് അപ്പുറത്ത് യാതൊരുവിധമായ മായങ്ങളും ചേരുവകളും ചേർക്കാതെ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ഈ ഭദ്രാസനത്തെ തിരുമേനി നയിക്കുകയാണ്. സാമൂഹിക പ്രതിബദ്ധതയും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രതിബദ്ധത പകരം വയ്ക്കുവാനാവാത്തതാണ്. മുൻഗാമിയായ അഭിവന്യ ഫിലിപ്പോസ് മാർ യൗസേബിയോസ് തിരുമേനി തുടങ്ങിവെച്ച ഓരോ പ്രസ്ഥാനങ്ങളും ഓരോ സംഭവങ്ങളും വിപുലീകരിക്കുവാനും പുതിയവ തുടങ്ങുന്നതിനും തിരുമേനി അഹോരാത്രം അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. തിരുമേനിയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളത് തന്നെ തെറ്റാണ്. കാരണം തിരുമേനിയാണ് ഈ മീറ്റിംഗിന്റെ സംഘാടകൻ. ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വേണമെന്ന്, എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ ശ്രദ്ധാപൂർവം ചിന്തിക്കുകയും അതനുസരിച്ച് ഓരോ സമയം എന്നെ വിളിച്ച് അതിന് വേണ്ടതായ എല്ലാ നിർദ്ദേശങ്ങളും തന്നുകൊണ്ടിരിക്കുന്നത് അഭിവന്യ പിതാവാണ്. അഭിവന്യ കുറിയാക്കോസ് മാർ ക്ലീമീസ് തിരുമനസിനോടുള്ളതായ ഭക്തിയാദരവുകൾ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. വളരെ സന്തോഷപൂർവ്വം ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യും. അഭിവന്യ അലക്സിയോസ് മാർ യൂസേബിയോസ് തിരുമേനി, അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ നമുക്ക് ഈ പിതാവിനെ ദർശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അമേരിക്കയുടെ തെക്കു പടിഞ്ഞാറ് പ്രവിശ്യകൾ ഒന്നുചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലീത്തയാണ് അഭിവന്യ അലക്സിയോസ് മാർ യൂസേബിയോസ് തിരുമേനി. ധനശേഷിയിലും ആധുനികവൽക്കരണത്തിലും മറ്റ് മനുഷ്യ സമൂഹങ്ങളെ ദശാബ്ദങ്ങളോളം പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന, ലോക പോലീസ് എന്ന് വിളിക്കുന്ന ഒരു രാഷ്ട്രത്തിലെ ക്രിസ്തീയ സമൂഹത്തെ ആധ്യാത്മിക പാതയിൽ മുന്നോട്ട് നയിക്കുക എന്നത് പാരമ്പര്യങ്ങളിൽ കടുകിട വെള്ളം ചേർക്കാത്ത നമ്മുടെ സഭയിലെ ഒരു മെത്രാപ്പൊലീത്തയെ സംബന്ധിച്ചിടത്തോളം കനത്ത വെല്ലുവിളിയാണ്. എന്നാൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർണ്ണമായി നിർവഹിക്കുവാൻ തക്കവണ്ണം അഭിവന്യ തിരുമനസ്സുകൊണ്ട് ശക്തനാണ്. കാരണം സഭയ്ക്ക് വേണ്ടി വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ചിട്ടുള്ള നാഗ്പൂർ സെമിനാരിയുടെ അധ്യാപകനായിരുന്ന ഒരു പിതാവിന് സഭാമക്കളെ നയിക്കുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടാകുകയില്ല. പഠനകാലത്ത് തന്നെ സെമിനാരി റീസ് എന്ന പദവി അലങ്കരിച്ചു. വൈദിക സെമിനാരി അധ്യാപകനായി, എഴുത്തുകാരൻ, വാഗ്മി എന്ന നിലകളിൽ പ്രശോഭിക്കുന്ന ഈ പരിശുദ്ധ പിതാവിനെ, ഈ വന്യപിതാവിനെ വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നിലയ്ക്കൽ ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനി, നിലയ്ക്കൽ ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പൊലീത്ത, മാവേലിക്കര ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പൊലീത്ത,
അഖില മലങ്കര ബാലസമാജത്തിന്റെ പ്രസിഡന്റ്, ഹോളി ട്രിനിറ്റി ആശ്രമ അംഗം, ദീർഘകാലം അമേരിക്കയിൽ കാലം ചെയ്ത ബർണമാസ് തിരുമനസിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിരുന്നു. എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ളത് ഈ അഭിവന്യ പിതാവിന്റെ കൂദാശ അനുഷ്ഠാനങ്ങളാണ്. കൂദാശയ്ക്ക് ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും എവിടെയായിരിക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ ചരിക്കണം, എങ്ങനെ വായിക്കണം, എങ്ങനെ പാടണം എന്നുള്ളത് സശ്രദ്ധം നിരീക്ഷിക്കുകയും കൂദാശകളെ കൂദാശയായി തന്നെ കണ്ടുകൊണ്ട് നിർവഹിക്കുന്ന അഭിവന്യ പിതാവാണ് അഭിവന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനി. അഭിവന്യ പിതാവിനെ വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം 97ാമത് മധ്യതിരുവിതാംകൂർ ഓർത്തഡോക്സ് കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സറാഫി തിരുമേനി, ബേസിൽ ദയറാങ്, നമ്മുടെ സമീപവാസി, യൗവന കാലഘട്ടങ്ങളിൽ തന്നെ പ്രസംഗ കലയിലും സ്വരമാധുര്യത്തിലും ഏറ്റവും ശ്രദ്ധയാകർഷിച്ച സുന്ദരനായ തിരുമേനി. ബാക്കിയുള്ളവർ സുന്ദരന്മാരല്ല എന്നല്ല പറഞ്ഞു. ഞങ്ങൾക്കൊക്കെയും ഏറ്റവും ശ്രദ്ധേയ, ഏറ്റവും ഞങ്ങളൊക്കെയും കണ്ട് മനസ്സിലാക്കി ചില ചിട്ടവട്ടങ്ങളൊക്കെ പഠിച്ച തിരുമേനി. ദാനിയേൽ മാർ വീരസ്നോസ് തിരുമേനിയുടെ കുടുംബത്തിലെ ഇളം തലമുറക്കാരൻ. കർണാടക സംസ്ഥാനത്തിലെ മായംകുളൂർ ഭദ്രാസനത്തെ മെച്ചമായി നയിക്കുവാൻ അദ്ദേഹം പ്രാപ്തനാണ്. ശതാബ്ദി കാലഘട്ടങ്ങളിൽ MGOCSന് ഗംഭീര നേതൃത്വം നൽകിയ ജനറൽ സെക്രട്ടറി അഭിവന്യ പിതാവിനെ എബ്രഹാം മാർ സറാഫി തിരുമനസിനെ വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ നമുക്ക് ദൈവവചന ദൂത നൽകുന്ന സഖീർ എന്ന് അറിയപ്പെടുന്ന സക്കറിയ നയനാച്ചൻ, മലങ്കര സഭ വളരെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന യുവ വൈദികരിൽ അഗ്രഗണ്യൻ, ഗിരിവർഗീസ് മാർ യുവാനിയോസ് തിരുമേനിയുടെ അരുമശിഷ്യൻ, ജ്ഞാനാവഴി ദേറായിലെ അംഗം, കഴിഞ്ഞ വർഷവും നടുനോമ്പിൽ പ്രവാചക ശബ്ദത്തോടെ ഈ ഭൂമിയെ ധന്യമാക്കിയ പിതാവ്, വൈദിക സംഘത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ജോയിന്റ് സെക്രട്ടറി, വിജ്ഞാന ഭണ്ഡാരങ്ങളായിരുന്ന അഭിവന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ തുടങ്ങിയവരുടെ ആശയങ്ങളോട് ഉയർന്നു നിൽക്കുന്ന ചിന്തകൾ, മനുഷ്യ മനസ്സിന് സാന്ത്വനവും സ്വർഗീയ സമാധാനവും നൽകുന്ന വാക്കുകൾ കാണുമ്പോൾ തന്നെ സന്തോഷത്തിന്റെ അനുഭവം പകരുന്ന വ്യക്തിത്വം ബഹുമാനിയായ സക്കറിയ നയനാച്ചനെ വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. എപ്പോഴും നമുക്ക് കൂട്ടായി തണലായി ഇവിടെയുള്ള വന്യ കോർപ്പിസ്കോപ്പമാർ എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കുന്നവരാണ്. വന്യ വൈദിക ശ്രേഷ്ഠർ, പുരോഹിത ഗണത്തിൽപ്പെട്ട എല്ലാവരെയും ഈ സമയത്ത് വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ഡോക്ടർ റോയി മാത്യു മുത്തൂറ്റൻ, മലങ്കര സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം, ഈ അടുത്ത സമയത്ത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിക്കുകയുണ്ടായി. പ്രത്യേകം അനുമോദനങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. അഖില മലങ്കര ശുശ്രൂഷക സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നു. എല്ലാ ഞായറാഴ്ചകളിലും നിമിഷം തെറ്റാതെ, ദിവസം തെറ്റാതെ
പരിശുദ്ധ മർമ്മഹായിൽ ശുശ്രൂഷിക്കുന്ന വ്യക്തി, മുത്തൂറ്റ് മുനി ഗ്രൂപ്പിന്റെ ചെയർമാൻ ആദരണീയനായ ഡോക്ടർ റോയി മാത്യു മുത്തൂറ്റിനെ വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെല്ലാവരെയും, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ ഞാൻ കാണുന്നില്ലെങ്കിലും ഒരു വാക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അൽമായ ട്രസ്റ്റി ബഹുമാനപ്പെട്ട MG ജോർജ് ജന്മം കൊണ്ട് കോഴഞ്ചേരിയെയും കർമ്മം കൊണ്ട് മലങ്കര സഭയെ ധന്യമാക്കി മലങ്കര സഭയ്ക്ക് യഥാർത്ഥമായ മുതൽക്കൂട്ടായിരിക്കുന്ന പ്രിയപ്പെട്ട MG ജോർജ് ഇന്ത്യ മഹാരാജ്യത്ത് അതിവേഗം പടർന്നു പന്തലിക്കുന്ന വിസ്തൃതമായ സാമ്രാജ്യത്തിന്റെ ചെയർമാൻ, എല്ലാ വർഷവും ഈ കൺവെൻഷന് വേണ്ടി പ്രവർത്തിക്കുന്നു, കൈത്താങ്ങലുകൾ നൽകുന്നു. ആദരണീയനായ MG ജോർജ് മുത്തൂറ്റിനെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്കൊക്കെയും ഏറ്റവും പ്രിയങ്കരനായ പ്രിയപ്പെട്ട സുരേഷ് കുമാർ, ഊർജസ്വലനായ ചെറുപ്പക്കാരൻ, മുനിസിപ്പാലിറ്റിക്ക് പുതിയ രൂപവും ഭാവവും നൽകിയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ സുരേഷ് കുമാറിനെ വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ആനി സജിയുടെ സാന്നിധ്യം ഏറ്റവും സന്തോഷകരമാണ്. എല്ലാ കാര്യങ്ങളും വേണ്ടതായ ക്രമീകരണങ്ങൾ നൽകി തരുവാനും പ്രാർത്ഥനയോടുകൂടി എല്ലാ ശുശ്രൂഷകളിലും വന്ന് സംബന്ധിക്കുകയും ചെയ്യുന്ന വൈസ് ചെയർപേഴ്സൺ ആനി സജി വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ആദ്യം തന്നെ പറയേണ്ടതും എന്നാൽ എല്ലാ കാര്യങ്ങൾ പിന്നോട്ട് മാറി നിന്ന് എല്ലാവിധമായ കരുത്തും എനിക്ക് നൽകുന്ന ഈ ഇടവകയുടെ അരിമസന്താനം തുമ്പോട്ട് ഭദ്രാസന സെക്രട്ടറി ബഹുമാനായ ടൈറ്റസ് ജോർജൻ എനിക്ക് ഗുരുവാണ്. എന്റെ പഠനകാലം മുതൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയോടെ വേണ്ട നിർദ്ദേശം നൽകുന്ന വ്യക്തിയാണ്. തുമ്പോട്ട് ഭദ്രാസനത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനങ്ങളിലൂടെ സഭയുടെ കൊമ്പുയർത്തുവാൻ തക്കവണ്ണം സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ബഹുമാനായ ടൈറ്റസ് ജോർജനെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛൻ ദയവായിട്ട് വേദിയിലേക്ക് കടന്നു വരണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അസോസിയേഷൻ സെക്രട്ടറി ജോർജ് ജോസഫ് ഇവിടെ കടന്ന് വന്നിട്ടില്ല, പ്രത്യേകമായി സ്വാഗതം ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇവിടെ എത്തിച്ചേരും. മുൻ അസോസിയേറ്റ് സെക്രട്ടറി ശ്രീ പോൾ മത്തായി അവർ, AK തോമസ് അവർ, അതോടൊപ്പം തന്നെ DCC പ്രസിഡന്റ് മോഹൻ രാജ് അവർ എന്നിവരോടുള്ളതായ പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയും വളരെ സന്തോഷപൂർവ്വം വിനയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇതിനെല്ലാം ഉപരിയായി ഈ യോഗത്തെ ധന്യമാകുന്നത് ജനങ്ങളാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി വളരെ സന്തോഷപൂർവ്വം പ്രാർത്ഥനയോടുകൂടി ഇവിടെ കടന്നു വന്ന് ഈ ശുശ്രൂഷകളെയൊക്കെയും ധന്യമാക്കിയ നാനാജാതി മതസ്ഥരായ ആളുകളോടും പ്രത്യേകിച്ച് സഹോദരി സഭകളിലെ അംഗങ്ങളോടും ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇതിനുവേണ്ടി അല്പമായോ അന്യമായോ അധ്വാനിക്കുകയോ സഹായിക്കുകയോ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. അഡ്വക്കേറ്റ് ശിവദാസൻ നായർ അവരുടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകമായി സ്വാഗതം അറിയിക്കുന്നു. ആറന്മുള മണ്ഡലത്തെ കേരള നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന അഡ്വക്കേറ്റ് ശിവദാസൻ നായരെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി അഭിമന്യ പ്രിയങ്കോസ് മാർ ക്ലീമീസ് തിരുമനസിനെ വളരെ സന്തോഷപൂർവ്വം
വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.